കൊളത്തൂരിലും പെർളടുക്കത്തും ജനജീവിതം അസാധാരണമായ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ദിനചര്യയെ പോലും പുലിയുടെ സാന്നിധ്യം വല്ലാതെ ബാധിച്ചു. രാത്രികളെ പകലാക്കിയാണ് നാൽക്കാലികളെ വളർത്തുന്നവർ ആലകൾക്ക് കാവലിരിക്കുന്നത്. ഈ പ്രത്യക്ഷത്തിൽ ആ പുലിയെ കണ്ട സമയത്ത് എനിക്ക് ശരിക്കും എൻ്റെ ഒരു നല്ലൊരു ആരോഗ്യം തന്നെ പോയി. അത്രയും വേർത്ത് പോയി. രോഗം ഞാൻ ഏത് രാത്രിയിലും പുറത്തിറങ്ങിയിട്ട് പോകുന്ന മനുഷ്യനാണ്. അപ്പോൾ അതിനെ പെട്ടെന്ന് കാണുമ്പോൾ എനിക്കൊരു പേടി വന്നു. ഇപ്പോൾ റോഡിലൊക്കെ ആൾക്കാർ പോകുന്ന സമയത്ത് കാണുന്നുണ്ട്, രാത്രി കാലങ്ങളിൽ കാണുന്നുണ്ട് അത്. പിന്നെ കൊളത്തൂർ ഭാഗത്ത് വീണ്ടും മടന്നക്കോടുന്ന് ഇന്നാൾ ചാടിപ്പോയില്ലേ, ആ ഭാഗത്ത് ഇപ്പോഴും പുലിയുണ്ടെന്നാണ് പറഞ്ഞു. കുട്ടിയെ സ്കൂളിൽ വിടാൻ തന്നെ പേടിയായിപ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത്. 2 പട്ടിയുണ്ട്. ഇനി ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല, കാരണം അത്രയും കുറയായിരുന്നു. അതായത് പിന്നെ വീട്ടിലെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറക്കൊഴിഞ്ഞ് നിൽക്കുക. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. കൊളത്തൂരിലെ തുരങ്കത്തിൽ കുടുങ്ങിയ പുലി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് കടന്നു കളയുകയും ചെയ്തു. അന്ന് കണ്ട കാഴ്ചകൾ ഓർത്താൽ തന്നെ ഈ പാവങ്ങൾക്ക് ഒരു പോള കണ്ണടയ്ക്കാനാവില്ല. തിരിഞ്ഞു നോക്കി എന്റെ വാലിന്റെ കൊടി ഇങ്ങനെ ഒരാഴ്ച മുമ്പ് ഞാൻ പുലിനെ കണ്ടത്. ഇവിടെ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു 4-4:30 മണി സമയത്ത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം നമ്മൾ ഇവിടുന്ന് ഒരു പെണ്ണുങ്ങൾ ആടിന് 10 ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടു. ഇവിടുന്ന് മേലേക്ക് ചാടി പോകുന്നുണ്ട്. അവിടുത്തെ ഒരാഴ്ച കഴിയുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ അവരുടെ മേലെ നിന്ന് പിടിച്ചത്. ഇവിടെ ഞാൻ ആ പുലിനെ കണ്ടത് വൈകുന്നേരം 6:02 ഇവിടെ കണ്ടത്. അവിടുന്ന് 2-3 പ്രാവശ്യം ഇതിൻ്റെ മേളിലെ ഭാഗത്ത് ആൾക്കാർ കണ്ടിരുന്നൊക്കെ പറഞ്ഞു. കുന്നിൻ്റെ മണ്ടയിൽ ഒരു ആടിനെ പിടിക്കാനായിട്ട് പോയി, ഒരു പെണ്ണുങ്ങളെ വീട്ടിൽ ആടിനെ പിടിക്കാനൊക്കെ പോയി. അപ്പോൾ അവരെ ഓടിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞു. അവിടെ ആ പട്ടിയെ കൊണ്ടുപോയി. ഒരു കാലത്ത് വളരെ അപൂർവമായി മുള്ളൻ പന്നികളെയും കാട്ടുപന്നികളെയും മാത്രം കണ്ടിരുന്ന ഒരു പ്രദേശമാണിത്. എന്നാൽ ഇന്ന് കഥയാകെ മാറി. ജനവാസ മേഖലയായിരുന്നിട്ട് കൂടി സന്ധ്യയ്ക്ക് ശേഷം ആരും പുറത്തിറങ്ങാതെയായി. ഈ നാട്ടിലെ സാധാരണക്കാർ പ്രധാനമായും ഉപജീവനത്തിനായി ആശ്രയിച്ചിരുന്നത് റബ്ബർ തോട്ടങ്ങളെയായിരുന്നു. റബ്ബർ നട്ടും മരങ്ങൾ വെട്ടിയും അവർ ജീവിച്ചു. എന്നാൽ ഇങ്ങോട്ട് തൊഴിലാളികൾ പോലും ഇന്ന് വരാത്ത അവസ്ഥയായി. ജോലിയെടുക്കുന്നവർ തന്നെ കയ്യിൽ ആയുധങ്ങളുണ്ടെന്ന ഏകബലത്തിലാണ് തോട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നത്. മുമ്പെല്ലാം ഞാൻ 2 മണിക്കൊക്കെ ഇറങ്ങുന്നതാണ് തോട്ടത്തിൽ. ഇപ്പോൾ 7 മണിക്ക് ശേഷമാണ്. എന്താ വെച്ചാൽ നമ്മൾ 400 മരം വെട്ടി തീരുന്നുമില്ല. ഒരു 12 മണിയെല്ലാം ആവുന്നു 7 മണിക്ക് പോയിട്ട് വെട്ടി തീരുമ്പോൾ. പിന്നെ എല്ലാവരും പറയുമ്പോൾ പിന്നെ നമ്മൾ പേടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞത് ഇനിയും പുലികൾ ഇവിടെ ഉണ്ടെന്നാണ്. സാധ്യതയുള്ളിടത്തെല്ലാം അവർ ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ചു. എന്നാൽ പുലിമടകൾ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്ന ഇടങ്ങളിലേക്ക് ഇപ്പോഴും വനംവകുപ്പിന് എത്തിച്ചേരാനായിട്ടില്ല. കരിച്ചേരി പുഴ കടന്നാൽ ഈ സാധാരണക്കാരുടെ ജീവിതം പുലിയെ പേടിച്ചാണ് കടന്നു പോകുന്നത്. ഇനിയെങ്കിലും ഈ പുലിപ്പേടിക്ക് അധികൃതർ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം. സാധാരണ കൂടുകൾ മാത്രം വെച്ചു പോയാൽ പോരാ, എത്രയും നല്ല ആധുനിക സംവിധാനങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കേണ്ടതായുണ്ട്. വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.